ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന ആവേശകരമായ മത്സരത്തിൽ പഞ്ചാബിന് ആവേശകരമായ വിജയം. വെറും 111 റൺസ് ഡിഫെൻഡ് ചെയ്താണ് പഞ്ചാബ് 16 റൺസിന് വിജയിച്ചത്. പഞ്ചാബ് ഉയർത്തിയ 112 എന്ന വിജയലക്ഷ്യം അനായാസം കൊൽക്കത്ത മറികടക്കുമെന്നാണ് കരുതിയത്. എങ്കിലും ബൗളർമാർ വിധി മാറ്റി എഴുതി. തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റുകൾ കൊൽക്കത്തയ്ക്ക് പോയപ്പോഴും രഹാനെയും രഘുവംശിയും ചേർന്ന് ഇന്നിങ്സ് സ്ഥിരത നൽകി. രഹാനെ 17 റൺസ് എടുത്തു നിന്നപ്പോൾ രഘുവംശി 28 പന്തിൽ 37 റൺസും എടുത്തു. പക്ഷേ ഇവർ രണ്ടുപേരും പുറത്തായതോടെ കൊൽക്കത്തയുടെ പതനം തുടങ്ങി. 62-ന് 2 എന്ന നിലയിൽ നിന്നും 79-ന് 8 എന്ന നിലയിലേക്കാണ് കൊൽക്കത്ത വീണത്. വെങ്കടേഷ് അയ്യർ 7, റിങ്കു സിംഗ് 2, രമൺദീപ് സിംഗ് 0 എന്നിങ്ങനെയാണ് ഒന്നിന് പുറകെ ഒന്നായി വിക്കറ്റുകൾ വീണത്. ഒരു ഭാഗത്ത് റസൽ നിന്ന് മാത്രമായിരുന്നു കൊൽക്കത്തയുടെ പ്രതീക്ഷ. ചഹലിൻ്റെ അവസാന ഓവറിൽ 16 റൺസ് റസൽ അടിച്ചതോടുകൂടി കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ 6 ഓവറിൽ 17 റൺസ് മാത്രം. പക്ഷേ 8 വിക്കറ്റ് അപ്പോൾ നഷ്ടമായിരുന്നു. അടുത്ത ഓവറിൽ അർഷദീപ് വൈഭവിനെ പുറത്താക്കി. അതോടെ 1 വിക്കറ്റും 17 റൺസും എന്നായി. അടുത്ത ഓവർ എറിയാനെത്തിയത് യാൻസനാണ്. ആദ്യ പന്തിൽ തന്നെ റസലിനെ പുറത്താക്കി പഞ്ചാബിന് ചരിത്ര വിജയം. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ ചഹൽ കൊൽക്കത്തയുടെ ബാറ്റർമാരെ വട്ടം കറക്കി. ഒപ്പം 3 വിക്കറ്റ് വീഴ്ത്തി യാൻസനും തിളങ്ങി. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് വെറും 111 റൺസിനാണ് ഓൾ ഔട്ടായത്. തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കാൻ പഞ്ചാബ് ശ്രമിച്ചെങ്കിലും തുടർച്ചയായ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടെ അവർ പ്രതിരോധത്തിലേക്കായി. 11 ഓവറിനുള്ളിൽ തന്നെ അവരുടെ 8 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. ഓപ്പണർമാരായ പ്രിയാൻ ഷാരിയയും പ്രഭ്സിമ്രാൻ സിംഗും എന്നിവർ മികച്ച തുടക്കം നൽകിയെങ്കിലും പിന്നീട് വന്ന ബാറ്റർമാർക്ക് തിളങ്ങാനായില്ല. ജോഷ് ഇംഗ്ലീഷ് 2 റൺസും ശ്രേയസ് അയ്യർ ഡക്കിനും നേഹൽ വധേര 10 റൺസും മാക്സ്വെൽ 7 റൺസും എന്നിവരെല്ലാം നിരാശപ്പെടുത്തി. ശശാങ്ക് 18 റൺസ് എടുത്തെങ്കിലും അദ്ദേഹത്തിനും തകർച്ചയിൽ നിന്ന് കരകയറ്റാനായില്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ഹർഷിത് റാണ 3 വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും 2 വിക്കറ്റുകൾ വീതം നേടി ബൗളിങ്ങിൽ തിളങ്ങി. മാച്ചിൻ്റെ ഒരു സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ പ്രിയാൻ ഷാരിയ 22 റൺസ് അടിച്ചപ്പോൾ പ്രഭ്സിമ്രാൻ സിംഗ് 30 റൺസ് അടിച്ചു. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഡക്കിന് ഔട്ടായപ്പോൾ ജോഷ് ഇംഗ്ലീഷും 2 റൺസുമായി ഔട്ടായി. നേഹൽ വധേര 10 റൺസ് അടിച്ചപ്പോൾ ഗ്ലെൻ മാക്സ്വെൽ 7 റൺസുമായി ഔട്ടായി. സൂര്യൻ ഷെഡ്ജെ ഇമ്പാക്ട് പ്ലെയറായി വന്നിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. 4 റൺസുമായി താരവും ഔട്ടായി. ശശാങ്ക് സിംഗ് 18 റൺസ് അടിച്ചപ്പോൾ മാർക്കോ ജാൻസൺ 1 റൺസുമായി നരേൻ ക്ലീൻ ബൗൾഡാക്കി. സാവി ബർലറ്റ് 11 റൺസ് അടിച്ചപ്പോൾ അർഷദീപ് സിംഗ് 1 റൺസുമായി നോട്ട് ഔട്ടായിരുന്നു. ബൗളിങ്ങിലേക്ക് നോക്കുമ്പോൾ വൈഭവ് അറോറ 1 വിക്കറ്റ് നേടിയപ്പോൾ അൻറിച്ച് നോർജെ 1 വിക്കറ്റ് നേടി. ഹർഷിത് റാണ 3 വിക്കറ്റ് നേടിയപ്പോൾ വരുൺ ചക്രവർത്തി 2 വിക്കറ്റും സുനിൽ നരേനും 2 വിക്കറ്റ് നേടി. ഇതാണ് പഞ്ചാബ് കിങ്സിൻ്റെ ഒരു ബാറ്റിംഗ്. ഇനി നമുക്ക് KKRൻ്റെ ബാറ്റിങ്ങിലേക്ക് വരാം. ക്വിൻ്റൺ ഡി കോക്ക് 2 റൺസ് എടുത്തപ്പോൾ സുനിൽ നരേൻ 5 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. അജിങ്ക്യ രഹാനെ 17 റൺസ് നേടിയപ്പോൾ അൻഗ്രിച്ച് രഘുവംശി 37 റൺസ് നേടി. വെങ്കടേഷ് അയ്യറിന് 7 റൺസ് നേടാനായപ്പോൾ റിങ്കു സിംഗിന് 2 റൺസ് മാത്രമാണ് നേടാനായത്. ആന്ധ്ര റസൽ 17 റൺസുമായി കൊൽക്കത്തയ്ക്ക് പ്രതീക്ഷ നൽകി. രമൺദീപ് സിംഗ് ആദ്യ പന്തിൽ തന്നെ ഔട്ടായി പോയപ്പോൾ ഹർഷിത് റാണ 3 റൺസ് നേടി. വൈഭവ് അറോറയും ഡക്കിന് ഔട്ടായി. അൻറിച്ച് നോർജെ നോട്ട് ഔട്ടാണ്. പഞ്ചാബിൻ്റെ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ മാർക്കോ ജാൻസൺ 3 വിക്കറ്റ് നേടിയപ്പോൾ ബർലറ്റും അർഷദീപ് സിംഗും ഗ്ലെൻ മാക്സ്വെലും ഓരോ വിക്കറ്റ് നേടി. യുസ്വേന്ദ്ര ചഹൽ 4 വിക്കറ്റ് നേടി. ഈ മാച്ചിലെ ഒരു MVP നമ്മൾ നോക്കുകയാണെങ്കിൽ 3-ാം സ്ഥാനത്ത് മാർക്കോ ജാൻസൺ ആണ്. 55.19 താരത്തിൻ്റെ ഈ മത്സരത്തിലെ പോയിന്റ്. 2-ാം സ്ഥാനത്തുള്ളത് ഹർഷിത് റാണയാണ്. 60.01 താരത്തിൻ്റെ ഈ മത്സരത്തിലെ പോയിന്റ്. 1-ാം സ്ഥാനത്തുള്ളത് യുസ്വേന്ദ്ര ചഹൽ തന്നെയാണ്. 85.26 ഈ മത്സരത്തിലെ പോയിന്റായി വരുന്നത്. ബെസ്റ്റ് പെർഫോമൻസ് ബാറ്ററായി ഈ മത്സരത്തിൽ അൻഗ്രിച്ച് രഘുവംശിയാണ്. 28 പന്തിൽ 37 റൺസ് അടിച്ച താരമാണ് 1-ാം സ്ഥാനത്ത്. 15 പന്തിൽ 30 റൺസ് നേടി പ്രഭ്സിമ്രാൻ സിംഗ് ആണ് 2-ാം സ്ഥാനത്ത്. 4 ഓവറിൽ 28 റൺസ് മാത്രം കൊടുത്ത് 4 വിക്കറ്റിട്ട യുസ്വേന്ദ്ര ചഹലാണ് ബൗളിങ്ങിൽ 1-ാം സ്ഥാനത്ത്. 3 ഓവറിൽ 17 റൺസിന് 3 വിക്കറ്റിട്ട മാർക്കോ ജാൻസൺ ആണ് 2-ാം സ്ഥാനത്തുള്ളത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലുള്ള പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.